ഹലോ ഗൈസ്, ഒരു ഡയറക്ടർ ഒരു പുതിയ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ മറ്റൊരു ഡയറക്ടർ ഏറിപ്പോണ്ട പ്രതിഭാസത്തെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് 2018 നമ്മുടെ ശ്രീകുമാർ മേനോന്റെ ഒടിയൻ സിനിമ, നമ്മുടെ ലാലേട്ടന്റെ സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് മുമ്പ്, സിനിമയ്ക്ക് മുമ്പ് അതിന്റെ ഡയറക്ടർ ശ്രീകുമാർ മേനോൻ പല ഇന്റർവ്യൂസിലായിട്ട് പറഞ്ഞിരുന്നു, നരസിംഹത്തില് രാവണ പ്രൂഫിലുണ്ടായ മകനാണ് ഒടിയൻ. പുള്ളി അങ്ങനെ കുറച്ച് കമന്റ്സ് ഒക്കെ പറഞ്ഞു. സിനിമ റിലീസായി, ഉദ്ദേശിച്ച പോലെ വർക്കായില്ല. പുള്ളി ഇതിനു മുമ്പ് കൊടുത്ത ഇന്റർവ്യൂസിലുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് അടുപ്പിച്ച് കുറെ ട്രോൾസ് ആക്കി. ഒരു 3-4 മാസം അണ്ണ എയറിലായിരുന്നു. അതായത് ഒടിയൻ സിനിമ റിലീസായി 3-4 മാസം കഴിയും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുമ്പോൾ ഒടിയൻ സിനിമയുടെ ആനിവേഴ്സറി ഓരോ വർഷങ്ങൾ വരുമ്പോഴെല്ലാം അണ്ണൻ ഏറിപ്പോവും. ഇതിങ്ങനെ ഒരു ചടങ്ങായിട്ട് നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 1-2 വർഷമായിട്ട് പുള്ളിക്ക് വലിയ ശല്യമില്ല. കാര്യം സിനിമ ഇറങ്ങി 8 വർഷമായിട്ട് കുറച്ച് കൂളായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം ദാണ്ടടാ നമ്മുടെ രാഹുൽ സദാശിവൻ, അതായത് ഭൂതകാലം പ്രമേഹം DSരയൊക്കെ ഡയറക്ട് ചെയ്ത രാഹുൽ സദാശിവൻ പുതിയ സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പേര് ഒടിയൻ. അതിന്റെ കാസ്റ്റ് മഞ്ജു വാര്യരും നമ്മുടെ പൃഥ്വിരാജുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റോറി എൻ്റയർലി ഡിഫറന്റ് ഒക്കെ ആയിരിക്കും. എന്നാലും ഒടിയൻ എന്ന് പറഞ്ഞ ഒരു പശ്ചാത്തലം ഏകദേശം ഇതിനകത്തും സെയിം ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഈ ഒടിയൻ എന്ന പേരായതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസായി കുറച്ച് നാൾ കഴിയുന്നത് വരെ ഈ പണ്ട് കൊടുത്ത ശ്രീകുമാർ മേനോന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളും ക്ലിപ്സ് എല്ലാം കട്ട് ചെയ്ത് അണ്ണൻ വീണ്ടും എയറിലായിരിക്കും. അപ്പൊ എന്നാൽ ഞാൻ പറഞ്ഞ കാര്യം വളരെ സിമ്പിൾ ആണ്. രാഹുൽ സദാശിവന്റെ ഒടിയന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ശ്രീകുമാർ മേനോൻ സാറിന് ടാറ്റ ബാബായി. അണ്ണൻ ഇനി വേറെ മാർഗ്ഗമില്ല. പിള്ളേർ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് ക്ലിപ്പാക്കി ഇപ്പം ട്രോള് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് സിനിമ റിലീസ് ആവുന്നത് വരെ ഫുൾ എയറിലായിരിക്കും. ബൈ.